ഇന്നലെ ഇല്ലേ പാല് കാച്ചിയപ്പോൾ ഞാൻ അത് രാത്രിയിൽ ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നുപോയി. അപ്പൊ ഞാൻ എന്താട്ടി ഇന്നിപ്പോൾ രാവിലെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ കുറച്ച് മോര് കിട്ടിയപ്പോൾ അതിൽ ഒഴിച്ച് വെച്ചു കേട്ടോ. രാവിലേക്ക് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ടേ പിഞ്ച് ബീൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ അരിഞ്ഞു വെച്ചു. രാവിലെ എന്നാൽ പണി എളുപ്പമാണല്ലോ. കണ്ടോ, ഇന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ രാവിലെ എടുത്ത് അങ്ങനെ ഉപ്പേരി വെച്ച് മതി. കഴുകൊക്കെ ചെയ്തതാണ്. രാത്രിക്ക് നമുക്ക് നല്ല കഞ്ഞിയും അതുപോലെ തന്നെ ഉണക്കമാന്തൾ വറുത്തത്. നല്ല മാന്തളാണ് കേട്ടോ, ചെറുതാണെങ്കിലും കൂടിയിട്ട് നല്ല മാന്തളാണ്. ഇതിനെ കഴുകി വറുത്ത് നമുക്ക് ഉച്ചയ്ക്ക് ചോറ് വെച്ചത് ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ചതിന് കഞ്ഞിയാക്കാം. ശ്രീന് ഹോംവർക്ക് എഴുതിയോ? ശ്രീന് ഹോംവർക്ക് എഴുതിയോ? ശ്രീനു ശ്രീന് എന്താണെന്നും മിണ്ടാത്തെ? ലൈവ് ഒന്നല്ല. സൗണ്ട് കേൾക്കുന്നുണ്ടോ? പുറത്തുനിന്ന് പട്ടി നായ്ക്കൾ നിറയുണ്ട് ഇവിടെ. അതിന്റെ സൗണ്ട് സ്കൂൾ പാർക്കില് നല്ല സൗണ്ടാണ്. ഗേറ്റ് അടച്ചിടേ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ട് കയറി വരും. വെള്ളത്തിലിടണം. രാത്രിക്ക് നാളെ രാവിലേക്ക് നമുക്ക് പുട്ടുപൊടി വാങ്ങിക്കൊണ്ടിട്ടുണ്ട്. ചെറുപയറും കറി പുട്ടുവാക്കാം. പിന്നെ ഇതാ നല്ല പിഞ്ച് വെണ്ടയ്ക്ക. ഹലോ, അടിപൊളിയാണ് പിഞ്ച് വെണ്ടയ്ക്ക. പിഞ്ച് വെണ്ടയ്ക്കാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നാളെ വെണ്ടയ്ക്കപ്പുളി ഉണ്ടാക്കാം. പാലക്കാടൻ വെണ്ടയ്ക്കപ്പുളി അടിപൊളിയാണ്. നമ്മളുണ്ടല്ലോ മീൻ വറുക്കണതിൽ കുറച്ച് സവാളയും അതുപോലെ കുറച്ച് ബീൻസും കൂടി ചേർത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് പച്ചമുളകിൻ്റെ കുറച്ച് കമ്മിയുണ്ട്. അപ്പോൾ ഇന്നത് ബീൻസ് ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയും. നോക്കട്ടെ, ടേസ്റ്റ് ചെയ്തിട്ട് പറയാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. പച്ചമുളക് അരിഞ്ഞിട്ട് അപ്പോൾ ആ പച്ചമുളക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഉണക്കമീൻ്റെ കൂടെ. ഉണക്കമീൻ ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നാളെ കോഴികളുടെ കൂടെ കളിക്കാലോ, നാളെ സുഖമായിട്ട് ഇരിക്കാലോ. സ്ത്രീകുട്ടി കളിക്കില്ല കഴിഞ്ഞാ ഇത്ര വേഗം ഒന്ന് നോണ്ടിയപ്പോഴേക്കും. ആ പിന്നെ പിന്നെ വേറെ ഒന്നിനും ഹോംവർക്ക് ഇല്ല? ഹോംവർക്ക് ഇല്ലെങ്കിലും അന്നു എടുത്തത് അന്നൊന്ന് വായിച്ചു നോക്കാം. അതിന്റെ ടീച്ചർമാര് കാണും ഇതൊക്കെ. ഞാൻ വായിച്ചാക്കാണ്. അപ്പൊ നമ്മുടെ ഉണക്കമീൻ അടിപൊളിയായിട്ട് വറുത്തിട്ടിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. നല്ല എരിവും ഉപ്പും എല്ലാം സെറ്റായിട്ട്. ബീൻസൊക്കെ ഉണ്ടോ അങ്ങനെ ചുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കനം കുറഞ്ഞ ബീൻസൊക്കെ ഇട്ടാൽ
കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുമ്പോഴേ പച്ചക്കറി അവരുടെ വയറ്റിലെത്തുകയും ചെയ്യും. നല്ലതാണല്ലോ വയറിനകത്തേക്ക് ചെല്ലിക്കാൻ. പച്ചക്കറി കഴിക്കാത്തവർ ഇങ്ങനെയൊക്കെയുള്ള ഐഡിയ ഒക്കെ ചെയ്ത് നോക്കും. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ കേട്ടോ, വളരെ കുറച്ച് മാത്രം. നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച്, നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ അതേപോലെ ഇറച്ചിരി മീൻ്റെ ഒക്കെ കൂടെ പച്ചക്കറി ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കണേ.